നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 724 724. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 724. ലീലാകാന്ഡം എന്നുള്ള ഇതിൽ അവസാനത്തെ എപ്പിസോഡ് ആണ് എന്ന് വിചാരിക്കുക. അതായത് 212 സർഗം രുക്മിണ്യാദികളുടെ പരമപ്രേമം, ശ്രീകൃഷ്ണ കഥാ മാഹാത്മ്യം. വളരെ ഇമോഷണൽ ആസ്പെക്റ്റാണ്. കാരണം 3 കാണ്ഡാണ്. ഒന്ന് ബാലകാന്ഡം, ഒന്ന് ലീലാകാന്ഡം ഭഗവാന്റെ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കാണ്ഡം ഉപാസനാകാന്ഡം. ഈ ശ്രീകൃഷ്ണ കഥാമൃതത്തിന് പിന്നെ ചുരുങ്ങിയത് ഒരു 24,000 ചില ശ്ലോകങ്ങളുണ്ട്, 3 കൂടിയിട്ട്. അപ്പോൾ രണ്ടാമത്തെ കാണ്ഡം കഴിയാണ് മനസ്സിലായില്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ആധ്യാത്മിക ടെസ്റ്റുകൾ വായിച്ച് പഠിക്കുക, അതിൽ നിന്നുള്ളൊരു അനുഭൂതി രസം അനുഭവിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉയർന്ന നിലപാട് എത്തിക്കാൻ ഈ സബ്ജക്റ്റിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു സിൻസിയറിറ്റിയാണ് നിങ്ങളോട് പറയേണ്ടത്. അപ്പോൾ ഇവിടെ 23ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഓരോ പത്നിയിലും 10 പുത്രന്മാർ വീതം അച്യുതൻ സത്യസങ്കൽപ്പനാം നാഥൻ ജനിപ്പിച്ചാൻ അതോതി ഞാൻ, അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇനി 24ാമത്തെ ശ്ലോകം മുതൽക്ക് നോക്കണം. അവരിൽ 18 ആളുണ്ട് അത്യന്ത ബലശാലികൾ മഹാരഥന്മാർ. പ്രത്യുപ്നൻ ഒന്നാമൻ തന്നെ ഏതിലും അദ്ദേഹത്തിൻ്റെ മകനാണ് അനിരുദ്ധൻ പുകഴ്ന്നവൻ. ആ മഹാന്റെ മകൻ വ്രജൻ മൗസലത്തിങ്കൽ ആവിധം. അങ്ങനെ വായിച്ചു പോയാൽ പറ്റില്ലല്ലോ. അതിനൊന്നും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നെ കൊണ്ടാവണ കൂടുതലൊന്നും നോക്കാം. അവരിൽ 18 ആളാണ് അത്യന്ത ബലശാലികൾ. ഈ 16,008 ഭാര്യമാരിൽ 10 കുട്ടികളുണ്ടായി. അതിലെ ഒരു 18 ആൾക്കാർ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അവരിൽ 18 ആളുണ്ട് അത്യന്ത ബലശാലികൾ മഹാരഥന്മാർ. പ്രത്യുപ്നൻ ഒന്നാമൻ തന്നെ ഏതിലും അദ്ദേഹത്തിൻ്റെ മകനാണ് അനിരുദ്ധൻ പുകഴ്ന്നവൻ. ആ മഹാന്റെ മകൻ വ്രജൻ മൗസലത്തിങ്കൽ ആവിധം. ഭഗവത് കൃപയാൽ അന്നാൾ അവശേഷിച്ച ഭാഗ്യവാൻ. അതായത് ഓരോ തരത്തിലുള്ള യുദ്ധങ്ങളും പരസ്പര കലഹങ്ങളും കൊണ്ടാണ് ഭാരതത്തിലെ ഭൂഭാരം ഭഗവാൻ ഇല്ലായ്മ ചെയ്തത്. എന്നാൽ അതിലെ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. അതാണ് ആ മഹാന്റെ മകൻ അനിരുദ്ധൻ്റെ മകനായിട്ടുള്ള വ്രജൻ മൗസലത്തിങ്കൽ. മൗസലം എന്ന രാജ്യത്തിലെ ആവിധം ഭഗവത് കൃപയാൽ അന്നാൾ അവശേഷിച്ച ഭാഗ്യവാൻ. അദ്ദേഹം ഈ ഏരകപ്പുല്ലുകൊണ്ടുള്ള മർദ്ദനം ഏറ്റിട്ട് പരസ്പരം മുറിവേറ്റും മരിച്ച് തല പോയിട്ടുള്ളതിൽ പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവശേഷിച്ച ഭാഗ്യവാൻ യദുവംശത്തിൽ അത്യന്തം പേർ കേട്ട തറവാടതിൽ ഏവരും ബലവീര്യാദി സർവ സൗഭാഗ്യശാലികൾ. എല്ലാവരും സൗഭാഗ്യശാലികളാണ്. കോടാനുകോടി ബ്രഹ്മാണ്ടനാഥൻ്റെ കുലമല്ലയോ. അതെ, സാക്ഷാൽ ശ്രീഹരിയുടെ കുലമല്ലേ, അങ്ങനെയല്ലേ വരുള്ളൂ. അതേന്ന് പറയണു. മക്കളും മക്കൾ തൻ മക്കളവർ തൻ മക്കൾ ആവിധം. അതായത് ശ്രീകൃഷ്ണൻ്റെ മക്കൾ, അവരുടെ മക്കൾ അങ്ങനെ മക്കളും മക്കൾ തൻ മക്കളവർ തൻ മക്കൾ ആവിധം വളർന്നോരവ
വളർന്നൊരാ വംശപരമ്പരയിൽ പെടും ആളുകൾ എത്രയെന്നെണ്ണുവാൻ ആർക്കും ആവതല്ല ഗുരുദ്വഹ. പരീക്ഷത്തെ ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. പറഞ്ഞ അത്രയും വലിയ ഒരു ഭീമാകാരമായിട്ടുള്ള ഒരു എണ്ണാണത്. കിടാങ്ങളെ പഠിപ്പിക്കും ആചാര്യന്മാരെ ഓതിടാം. അപ്പോൾ ഈ 16,008 ഭാര്യമാരിൽ 10 വീതം കുട്ടികളുണ്ടായി. അവരുടെ കുട്ടികളെ അപ്പോൾ ഇവരെയൊക്കെ പഠിപ്പിക്കണ്ടേ? അതിന് വളരെ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എത്ര വലിയ സ്ഥാപനങ്ങൾ വേണം? കിടാങ്ങളെ പഠിപ്പിക്കും ആചാര്യന്മാരെ ഓതിടാം 3,80,000 3,80,000 3,80,000 അല്ലേ? അപ്പം 3,80,000 കേട്ടതാണു ഞാൻ പരദ്രോഹത്തിനായി മണ്ണിൽ പിറന്നിടിന ദൈത്യരെ. പരദ്രോഹത്തിനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ദൈത്യന്മാർ, രാക്ഷസീയ സ്വഭാവമുള്ളവർ, നശിപ്പിപ്പാൻ യദുകുലത്തിങ്കൽ പേർ കൊണ്ട ദേവകൾ ജനിച്ചു ഭഗവൽ പ്രീതി കൊതിക്കും ഭാഗ്യശാലികൾ. 101 താഴ്വഴി അതിൽ കാണാം വൃഷ്ണി അന്തകാദിയായി അവർക്കെല്ലാം നാഥനായിട്ട് അഖിലേശൻ വിളങ്ങിനാൻ. കിടപ്പും ഊണും കുളിയും കളിയും മറ്റും ആവിധം ഒരുമിച്ചാകയാൽ എന്നും കൃഷ്ണനിൽ തന്നെ ഉൾത്തടം. ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുപാദപത്മത്തിൽ മനസ്സർപ്പിച്ചിട്ടുള്ളവരാണ് അവരൊക്കെ. നമ്മളെപ്പോലെയല്ല. നമ്മൾ മതേതരത്വം പറഞ്ഞിട്ട് അവിടെയില്ല ഇവിടെയില്ല നമ്മുടെ ദീക്ഷയില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ഐ ആം സോറി ടു യൂസ് സച്ച് വേർഡ്സ്. അപ്പോൾ ഉറച്ചുറച്ചു വന്നുള്ളോരാ മഹാഭാഗ്യശാലികൾ, അതായത് എത്രത്തോളം ഭഗവാന്റെ തിരുപാദപത്മത്തിൽ മനസ്സുറയ്ക്കണോ അത്രത്തോളം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഉറച്ചുറച്ചു വന്നുള്ളോരാ മഹാഭാഗ്യശാലികൾ മറന്നു തങ്ങളെപ്പോലും സർവ്വപേരും ഒരേ തരം. തന്നെത്താൻ മറന്നു ശ്രീകൃഷ്ണ പരമാത്മാവിൽ മനസ്സ് വയ്ക്കുക. കാരണം വിശ്വം സങ്കല്പമാത്രത്താൽ ഉളവാക്കും മഹാപ്രഭു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സങ്കല്പം കൊണ്ട് എല്ലാ സൃഷ്ടിയും നടത്തും. അതേപോലെ തന്നെ പരിപാലനം, അതേപോലെ തന്നെ ലയനം. വിശ്വം സങ്കല്പമാത്രത്താൽ ഉളവാക്കും മഹാപ്രഭു. ഭൂഭാരഹരണത്തിനു വേണ്ടി മണ്ണിൽ പിറക്കുമോ? ഭൂഭാരഹരണത്തിനു വേണ്ടി മണ്ണിൽ പിറക്കുമോ? ഒരു ചോദ്യമാണത്. ജീവജാലങ്ങളെ പുണ്യലീല കൊണ്ടുദ്ധരിക്കുവാൻ ഭഗവാന്റെ കൃപാകടാക്ഷം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? ജീവജാലങ്ങളെ പുണ്യലീല കൊണ്ട് ഉദ്ധരിക്കുവാൻ അമ്പാർന്ന് അവതരിക്കുന്നു കരുണാനിധി. ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിലും ഭഗവാൻ പല രൂപത്തിലും പല നാമത്തിലും സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കാനുമായിട്ട് അവതാരമെടുക്കണം. സർവേശ്വരൻ്റെ ചരിതം അവർണ്യം പരമാത്ഭുതം, വർണ്ണിക്കാൻ പറ്റില്ല, അത്രയും അത്ഭുതം കൂറിയതാണ്. സർവേശ്വരൻ്റെ ചരിതം അവർണ്യം പരമാത്ഭുതം. തൻ പുണ്യനാമമോർപ്പോനെ പോലും രക്ഷിച്ചിടും പ്രഭു. തൻ്റെ അനേകായിരം നാമങ്ങളിൽ ഒന്ന് ഹൃദ്യസ്ഥമാക്കിയിട്ട് അതിൽ മനസ്സ് വെച്ച് ആരാധിച്ചാൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്ന പറഞ്ഞതിൻ്റെ താല്പര്യം. എമ്മട്ടിലെങ്കിലും തന്നോടടുത്താൽ മതി മിന്നുവാൻ, കൊല്ലാൻ വന്നിടിലും മോക്ഷം കനിഞ്ഞേകിടും മാവിധം. തന്നെ വധിക്കാൻ വേണ്ടി സുന്ദരിയുടെ രൂപത്തെ സ്വീകരിച്ച് പൂതന വന്നു. സ്തനങ്ങളിൽ കാളകൂട വിഷം തേച്ച് പിടിപ്പിച്ചിട്ട് അമ്മ എന്ന വ്യാജേന മുലയൂട്ടി ഭഗവാനെ കൊല്ലണം, വധിക്കണം തന്നെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ ആ പൂതനിക്കും ഭഗവാൻ എന്തു കൊടുത്തു? മോക്ഷം കൊടുത്തു. വിശ്വപാവനിയാം കൃഷ്ണകീർത്തി പാരിൽ പരക്കവേ. വിശ്വപാവനിയാം, വിശ്വത്തെ പരിപാവനമാക്കുന്ന കൃഷ്ണൻ്റെ കീർത്തി ഈ ഭൂലോകത്ത് പരക്കുമ്പോൾ വിൺഗംഗ, ആകാശഗംഗ, വെണ്ണിലാവ് എന്നീ രണ്ടും രണ്ടാം തരത്തിലായി. ആകാശഗംഗയും കുളിർമയുള്ള ചന്ദ്രകിരണങ്ങൾക്കും പ്രസക്തിയില്ലാതെ കണ്ടായി.
ഇതാണ് സർവേശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ഈ ഭാരതഭൂമിയിൽ മനുഷ്യജന്മം ഈ വണ്ണം കൈവന്നുള്ളവരെ വരും. സർവേശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ഈ ഭാരതഭൂമിയിൽ മനുഷ്യജന്മം ഈ വണ്ണം കൈവന്നുള്ളവരെ വരും. നുകർന്നുകൊള്ളുക നിത്യേന പുണ്യം കൃഷ്ണകഥാമൃതം. മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭൂമിയിലുള്ളവരെ ഈ ശ്രീകൃഷ്ണ കഥാമൃതം അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം ദേവനാഗരി ലിപിയിലുള്ളത് വായിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു പോരായ്മയാണെന്നാണ് പറഞ്ഞത്. ആർക്ക് പോരായ്മ? അവരവർക്ക്, ഭഗവാനല്ല. സർവേശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ഈ ഭാരതഭൂമിയിൽ മനുഷ്യജന്മം ഈ വണ്ണം കൈവന്നുള്ളവരേവരും നുകർന്നുകൊള്ളുക നിത്യേന പുണ്യം കൃഷ്ണകഥാമൃതം. നുകർന്നുകൊള്ളുക നിത്യേന പുണ്യം കൃഷ്ണകഥാമൃതം. ഉള്ളം തെളിഞ്ഞ് അംബുജാക്ഷൻ അതിൽ മിന്നിക്കളിക്കുവാൻ. ഈ ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ ഓരോ ശ്ലോകത്തിലും ഭഗവാന്റെ ചരിതങ്ങൾ മിന്നിത്തിളങ്ങി വെട്ടിത്തിളങ്ങുക ചെയ്യണത്. മർത്യജന്മത്തിലൊരുവൻ ചെയ്യും സർവപ്രയത്നവും, എന്തെല്ലാം പ്രയത്നങ്ങളുണ്ടോ അതെല്ലാം ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ ശ്രദ്ധ വെച്ചിരിക്കണവന് സഫലമാവുന്ന അർത്ഥം. അതാ പറഞ്ഞത്. മർത്യജന്മത്തിലൊരുവൻ ചെയ്യും സർവപ്രയത്നവും സംശുദ്ധി പൂണ്ടുമേന്മേലേ വിളങ്ങി വിലസിടുവാൻ. അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ പോസിറ്റീവായി അതിൽ ശ്രേഷ്ഠമായ ഫലങ്ങൾ കിട്ടാൻ സംശുദ്ധി പൂണ്ടുമേന്മേലേ വിളങ്ങി വിലസിടുവാൻ. മികവുലകിനയറ്റും മികവ് ഉലകിന് അറ്റും ദേവകീദേവിതൻ പൊന്മകനുടയ ചരിത്രം പുണ്യപീയൂഷവർഷം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 43-ാമത്തെ ശ്ലോകം മുതൽക്ക് 50-ാമത്തെ ശ്ലോകം 8 വരിയാണ് ഓരോ ശ്ലോകം. ആ ലീലാകാന്ഡത്തിൻ്റെ മഹിമ മുഴുവൻ ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങളാണ്. മികവുലകിനിറ്റും ഈ മികവ് ഉലകിനീയറ്റും ദേവകീദേവിതൻ പൊന്മകനുടയ ചരിതം പുണ്യപീയൂഷവർഷം നുകരുവിൻ. ഇതു പാരിൽ കാതും ഉള്ളും കുളിർപ്പിച്ച് അകലുഷ വിരാമം. എന്താണ്? കാതും ഉള്ളും കുളിർപ്പിച്ച്, മനസ്സ് കുളിർക്കും, കാതും കുളിർക്കും, കുളിർപ്പിച്ച് അകലും കുളിർപ്പിച്ച് കലുഷം അവിരാമം. കുളിർപ്പിച്ച് കലുഷം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ ഇല്ലായ്മ ചെയ്യും. അവിരാമം വെൽവു ലോകാഭിരാമം. വെൽവു ജയ എന്നർത്ഥം, ജയിക്കട്ടെ എന്നർത്ഥം. വെൽവു ലോകാഭിരാമം. ലോകത്തിലുള്ളവർക്ക് സന്തോഷം ഉണ്ടാവണം, ആനന്ദം ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണത്. ദേഷിക്കും ദമഘോഷജനും അഭയം പേടിച്ചിടും കംസനും. ഇനി അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്ക് എങ്ങനെയാണ് മോക്ഷം കൊടുത്തതെന്നാണ് പറഞ്ഞത്. ദേഷിക്കും ദമഘോഷജനും. ദമഘോഷജൻ എന്നാൽ എന്താ പറയുക, ശിശുപാലൻ. ദേഷിക്കും ദമഘോഷജനും അഭയം പേടിച്ചിടും കംസനും. കാമിക്കും വ്രജനാരികൾക്കും, ഗോപസ്ത്രീകൾക്ക്, കാമിക്കും വ്രജനാരികൾക്കും അറിയാതെ അമ്പെയ്ത കാട്ടാളനും. താൻ പത്മാസനത്തിലിരുന്ന് തൻ്റെ പ്രാണനെ അല്ലെങ്കിൽ തൻ്റെ ഈ ഭൗതിക ശരീരത്തോടു കൂടി ഭഗവാൻ സ്വധാവപ്രാപ്തി പോകാൻ നിൽക്കുമ്പോൾ രാമായണ കാലത്ത് ഏതൊരു ബാലിനെ ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് അമ്പെയ്ത് വധിക്കേണ്ടി വന്നുവോ, ആ ബാലി കാട്ടാളനായിട്ട് വന്ന്
ഏരകപ്പുല്ലുകളുണ്ടാവാൻ യോഗമായിട്ടുള്ള ഇരുമ്പ് രാവി സമുദ്രത്ത് കലക്കി പറഞ്ഞല്ലോ. അതിൽ ഇനി രാവാൻ പറ്റാതെ കൊണ്ടൊരു കഷ്ണം ഉണ്ടായിരുന്നത് വെള്ളത്തിലേക്ക് എറിഞ്ഞു. അതിന് മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിനെ ഒരു മുക്കുവന് കിട്ടി. ആ മുക്കുവൻ ആ മത്സ്യം ഒരു വേടന് കൊടുത്തു. ആ വേടൻ ആ ഇരുമ്പ് കഷ്ണം കൊണ്ട് തീർത്ത അമ്പ് കൊണ്ടാണ് ഭഗവാന്റെ തിരുപാദ പത്മം കാലിൻ്റെ പുറംകാല ഒരു മാനിൻ്റെ കഴുത്താണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അമ്പ് ചെയ്തു എന്നാ കഥ. അപ്പോൾ അമ്പെയ്ത കാട്ടാളനും സ്നേഹിക്കും സുബലാദികൾക്കും സുബലൻ മുതലായിട്ടുള്ളവർക്കും അരുളും കാർവർണ്ണൻ എമ്മട്ടിലും നേരിട്ടിടുകിൽ എന്നതാണു നിയമം. കാർവർണ്ണനെ എമ്മട്ടിലും നേരിട്ടിടുകിൽ എന്നതാണു നിയമം. കാരുണ്യമാർക്ക് ഈ വിധം ഭഗവാനെ പോലെ കാരുണ്യമുള്ളവർ ഈ ലോകത്തിൽ ഇല്ല എന്നാണ് പറയണത്. എന്നിട്ടോ കൈവല്യപ്രദൻ ഉണ്ണിതൻ കരുണയാൽ ഭഗവാന്റെ കാരുണ്യ പീയൂഷത്താൽ കൈവല്യപ്രദൻ ഉണ്ണിതൻ കരുണയാൽ കൈ വന്ന ജന്മത്തിലിങ്ങേവർക്കും ഭഗവത് പദാബ്ജം അണവാൻ അത്യന്തം സൗകര്യമാം ഭഗവാന്റെ തിരുപാദ പത്മത്തിൽ അണയണമെന്നത് വിചാരിച്ചാൽ മതി, അണഞ്ഞോളും. കൈവല്യപ്രദൻ ഉണ്ണിതൻ കരുണയാൽ കൈവന്ന ജന്മത്തിലിങ്ങേവർക്കും ഭഗവത് പദാബ്ജം മണവാൻ അത്യന്ത സൗകര്യമാം ആവർത്തിച്ചുര ചെയ്വതാണു മുനിമാരെങ്ങും ജഗൽ പാവനം. ആവർത്തിച്ച ഉര ചെയ്യുന്നു പറയണു ആവർത്തിച്ചുര ചെയ്വതാണു മുനിമാരെങ്ങും ജഗൽ പാവന. ശ്രീവാക്യം ഐശ്വര്യം വായിക്കും ഹരിലീലയേ മതി മഹാഭാഗ്യം മനുഷ്യന് ഇനി. മഹാഭാഗ്യം ശ്രീകൃഷ്ണ കഥാമൃതം എന്ന രീതിയിൽ ശ്രീകൃഷ്ണ കഥാമൃതം എന്ന നിലയ്ക്ക് ശ്രീവാക്യം ഹരിലീലയേ മതി മഹാഭാഗ്യം മനുഷ്യന് ഇനി. സദ്ധർമ്മം ചെയ്യാനുള്ള ഇച്ഛ, അതിനെന്തെങ്കിലും മനസ്സിലാവണ്ടേ? അതിനാണ് ശ്രീകൃഷ്ണ കഥാമൃതം. ഭഗവാന്റെ ബാലകാന്ഡം, ഭഗവാന്റെ ലീലാകാന്ഡം, ഭഗവാന്റെ ഉപാസനാകാന്ഡം വരാൻ പോണു. അപ്പോൾ ഭക്തി പറഞ്ഞു ശ്രീവാക്യം ഹരിലീലയേ മതി മഹാഭാഗ്യം മനുഷ്യന് ഇനി. സദ്ധർമ്മേശ്ച സമസ്ത മൈത്രി, എല്ലാ ജീവജാലങ്ങളോടും മൈത്രി എന്നാണ് അതിനർത്ഥം. സർവ ജീവജാലങ്ങളിലും മൈത്രി. ഒന്നിനും വധിക്കരുത്, ഒന്നിനും കൊന്നു തിന്നരുത് എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും മതിയാവില്ല. ഒന്നിനും കൊന്നു തിന്നാൻ പാടില്ല. സമസ്ത മൈത്രി. ഗുരുഭൂതന്മാരിൽ ആദരം മാത്രമല്ല, അത്യാദരം, വിശേഷപ്പെട്ട ആദരം. സത്യം, സൗമ്യത, മൗനം, ഈ വക പല ശൗശീല്യവും നാൾക്കുനാൾ. എന്താ പറഞ്ഞത്? സത്യം, സൗമ്യത, മൗനം, ഈ വക പല ശൗശീല്യവും നാൾക്കുനാൾ. ഭക്തിജ്ഞാനവും ഒത്തുയർന്ന് അതുവിധം കാൽക്കൊണ്ടൽ വർണ്ണൻ തെളിഞ്ഞ് ഉൾത്താരിൽ കളിയാടും ഈ ഒരമൃതം പാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ സത്യം, സൗമ്യത, മൗനം, ഈ വക പല സൗശീലവും നാൾക്കുനാൾ ഭക്തിജ്ഞാനവും ഒത്തുയർന്ന് അതുവിധം കാർകൊണ്ടൽ വർണ്ണൻ തെളിഞ്ഞുൾത്താരിൽ കളിയാടും ഈ ഒരമൃതം ശീലിക്കിൽ ആരാകിലും. ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കണ്ട് ആർക്കും ഇത് സുലഭമായിട്ട് അനുഭവിക്കാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉൾത്താരിൽ കളിയാടും ഈ ഒരമൃതം ശീലിക്കിൽ ആരാകിലും. ഗോവിന്ദാമൃതലീല പോലെ മധുരം, ഇതിനെ പോലെ സൗശീല്യമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് വേറില്ല.
ഗോവിന്ദാമൃതലീല പോലെ മധുരം മറ്റൊന്നും ഇല്ല ഏവനും. നാവിനും ശ്രവണത്തിനും, നാവിനും ജപിക്കാൻ പറയാൻ, നാവിന് ശ്രവണത്തിനും കേൾക്കാൻ, കരളിനും, കരളെവിടെയുള്ളത് ഉള്ളിലാ അല്ലേ, കരളിനും സംശുദ്ധി നൽകിയിടുവാൻ. നാവിന് സംശുദ്ധി വേണം, കാതിന് സംശുദ്ധി വേണം, കരളിന് സംശുദ്ധി വേണം. സംശുദ്ധി നൽകിയിടുവാൻ ജീവന്മാർക്കിത് അപൂർവമാം. ജീവജാലങ്ങൾക്ക് അപൂർവം, വളരെ കുറച്ച് ആൾക്കാർക്ക് ഇത് ശ്രദ്ധിച്ചാലും കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപൂർവമാം വഴി തുറന്നേകുന്നതാം, വഴി തുറന്നേകുന്നതാം. വേണമെന്നാണ് വിചാരിച്ചാൽ എനിക്ക് എന്നെ ഉദാഹരിക്കാൻ പറ്റുള്ളൂ. എന്നെ എനിക്ക് ഉദാഹരിക്കാം, ഞാൻ അനുഭവിച്ചത് എനിക്ക് പറയാം അല്ലേ. അതുകൊണ്ട് പറയണു ഗോവിന്ദമൃത. അപ്പോൾ പറഞ്ഞു ഭക്തിജ്ഞാനവും ഒത്തുയർന്നതുവിധം കാർകൊണ്ടൽ വർണ്ണൻ തെളിഞ്ഞ് ഉൾത്താരിൽ കളിയാടും ഈ ഒരമൃതം ശീലിക്കലാരാകിലും. ഗോവിന്ദാമൃതലീല പോലെ മധുരം മറ്റൊന്നും ഇല്ല ഏവനും. നാവിനും ശ്രവണത്തിനും കരളിനും സംശുദ്ധി നൽകിടുവാൻ ജീവന്മാർക്കിത് അപൂർവമാം വഴി തുറന്നേകുന്നതാം. തൻ കടൽ പൂവിൻ ചോടണവാൻ അലിഞ്ഞ് തൻ്റെ തിരുവാത പത്മത്തിൽ ചേരാൻ അലിഞ്ഞ് കരുണാപതോദിയാമീശ്വരൻ, കരുണാപയോധിയാമീശ്വരൻ. കോടക്കാരൊളി വർണ്ണനുള്ളിൽ, ഭഗവാന്റെ ഉള്ളിൽ നമ്മൾക്ക് ഒരു സ്ഥാനം ഉണ്ട് എന്ന് ഭഗവാൻ പറയണം. കോടക്കാരൊളി വർണ്ണനുള്ളിൽ വിളയാടിയിടണം എന്നാകിലോ. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ വിളയാടണമെങ്കിൽ എന്ത് ചെയ്യണം? പാടിക്കൊള്ളുക കൃഷ്ണലീല, ശ്രീകൃഷ്ണലീല പാടി തന്നെ. സമയം പോക്കായിക മറ്റൊന്നിലും വെറുതെ സമയം കളയരുത്. വേറെ ഒരു കാര്യത്തിലും സമയം കളയാൻ പാടില്ല. പേടിക്കേണ്ട തപസ് ഏകജനിയിൽ, തപസ്സനേകജനിയിൽ ചെയ്തുള്ളതൊട്ടാകവേ കൂടിച്ചേർന്ന ബലം. ഏതെല്ലാം ജന്മത്തിൽ ചെയ്തു വെച്ച പുണ്യങ്ങളുണ്ടോ അതൊന്നും പോരാ. എന്നാലും ഭഗവാൻ കരുണാനിധിയാവുക കാരണം മതിയാക്കും, നമുക്ക് ഫലം തരും. ചെയ്തുള്ളതൊട്ടാകവേ കൂടിച്ചേർന്ന ബലം യഥൂത്തമകഥാ ലീലാരസാസ്വാദനം. ശ്രീകൃഷ്ണലീലയെ ആസ്വദിക്കാൻ സാധിച്ചാൽ വേറെ ഒന്നും അത്ര വരില്ല, അത്ര കേമത്താവില്ല. ദേവന്മാരുര ചെയ്യുകയാണമൃതവും, ദേവന്മാരുര ചെയ്യുകയാണമൃതവും വിൺഗംഗയും. അമൃതവും ആകാശഗംഗയും കൽപ്പകപ്പൂവ് ഉർവശി തൊട്ട പേരും ഇവിടം ധാരാളമാണെങ്കിലും ജീവന്മാരുടെ മംഗളത്തിനുതകും ശ്രീകൃഷ്ണലീലാസുധാ മാധുര്യം ലവിയായക കൊണ്ട് ശരിയായില്ലോർക്കിലെങ്ങും സുഖം. വേറെ ഒരു കൂട്ടക്കാർക്കും ശ്രീകൃഷ്ണലീല ഏതൊരു ഭക്തനാണ് ഉരുവിട്ടും കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഭൂമിയിൽ വേറെ ആർക്കും കിട്ടില്ല എന്നർത്ഥം. ദേവന്മാരുരുക ചെയ്യുകയാണ് എന്താ? അമൃതവും വെൺഗംഗയും കൽപ്പകപ്പൂവ് ഉർവശി തൊട്ട പേരും ഇവിടം ധാരാളമാണെങ്കിലും, അതായത് സ്വർഗത്തിൽ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ധാരാളമാണെങ്കിലും ജീവന്മാരുടെ മംഗളത്തിനുതകും ശ്രീകൃഷ്ണലീലാസുധാ മാധുര്യം ലഭിയായക കൊണ്ട് പോരായ്മ ഉണ്ട് എന്നർത്ഥം. അവർക്ക് പോരായ്മയുണ്ട്. ശരിയായില്ലോർക്കില്ലെങ്ങും സുഖം. അവസാനത്തെ ശ്ലോകം 50. ഭൂമിക്ക് ആവിധം ഈശ്വരൻ കനിവിയന്നേകും മഹാനുഗ്രഹം. ഭൂമിക്ക് അല്ലെങ്കിൽ ഭൂമിയിലുള്ള എന്തോ തൊണ്ടയിലൊരു ഇറിറ്റേഷൻ, സാരമില്ല, അത് ഓവർ എന്താണ് പറയുക, എക്സൈറ്റ്മെൻറ്റ്,
എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എക്സൈറ്റ്മെൻറ്റ് ആണ് തൊണ്ടയിൽ പ്രമുഷമുണ്ടാകും. ഭൂമിക്കാവിധം ഈശ്വരൻ കനിവിയന്നേകും മഹാനുഗ്രഹം കാമക്രോധമതാതിതൻ കടപുഴക്കീടന സിദ്ധൌഷധം. നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ കടപുഴക്കി പുറത്തേക്കിടണം. JCB ഒന്നും വേണ്ട അതിന്. ശ്രീകൃഷ്ണ കഥാമൃതം പറയും. കാമക്രോധമതാതിതൻ കടപുഴക്കിടുന്ന സിദ്ധൌഷധം ശ്രീമൽ ഭാഗവതത്തിലുർന്നൊഴുകും ഈ ഗോവിന്ദലീലാമൃതം. ശ്രീമൽ ഭാഗവതത്തിൽ ഉർന്നൊഴുകും ഈ ഗോവിന്ദലീലാമൃതം പ്രേമത്തോടെ നുകർന്നു മംഗളമിയന്നീടട്ടെ മുപ്പാരിടം. 3 ലോകത്തിനും ജാഗ്രൽ സ്വപ്ന സുഷുപ്തി 3 ലോകത്തിനും എന്ത് വേണം? 3 അവസ്ഥകൾക്കും ശ്രീമൽ ഭാഗവതത്തിലുർന്നൊഴുകും ഈ ഗോവിന്ദലീലാമൃതം പ്രേമത്തോടെ നുകർന്നു മംഗളമിയന്നീടട്ടെ മുപ്പാരിടം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഗുരുപുരേശ കൃപാ നിർഗളിതേ. ഗുരുപുരേശ കൃപാ നിർഗളിതേ. ദ്വാദശാധികദ്വിശതമഃ സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ വേദവ്യാസാദി പരമഗുരുഭ്യോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. എനിക്ക് വളരെ ഇഷ്ടമായി അത്. ശ്രീ വേദവ്യാസാദി പരമഗുരുഭ്യോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. അങ്ങനെ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എല്ലാവർക്കും എപ്പോഴും ഒരുപോലെ ഉണ്ടാവട്ടെ എന്നും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.